വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മുടെ ജഗതി ശ്രീകുമാർ മേലെപ്പറമ്പിൽ വീട്ടിൽ തമിഴ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പബ്ലിക് എക്സാമും നമ്മുടെ മോഡൽ എക്സാമും ഒക്കെ വരികയാണല്ലേ. സോ ഇനി നമുക്കൊരു സ്ട്രാറ്റജി വേണ്ടേ, ഇതുപോലെ പഠിച്ച് നല്ല രീതിക്ക് പയറ്റണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്ട്രാറ്റജി നമുക്ക് അത്യാവശ്യമാണല്ലേ ഇംഗ്ലീഷിന്റെ കാര്യത്തില്. ഞാൻ ഒരു സത്യം പറയട്ടെ, വളരെ സിമ്പിൾ ആണ് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇങ്ങനെ ഈ ഹിമാലയനായിട്ട് എന്തോ ആണെന്ന് ആലോചിക്കുന്ന പോലെയൊന്നും ഇല്ല എൻ്റെ പൊന്നു മക്കളെ. ഇത്രയുമാണ് നമ്മുടെ ലെസൺസ് വരുന്നത്. നമ്മുടെ പ്ലസ് ടുവിലെ ടോപ്പിക്സ് നോക്കുമ്പം ഇത്രയും ടോപ്പിക്സ്, ഇത്രയും ലെസൺസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ 3 L's ഓഫ് എംപവർമെന്റിൽ തുടങ്ങിയിട്ട് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഇതിൻ്റെ അത് നിങ്ങൾക്ക് കുറച്ചൊരു പരിചയക്കുറവ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. ഈ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റിൽ, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ഇവരെയാണ് നമ്മൾ അധികം എടുത്തിട്ട് അങ്ങോട്ട് പയറ്റാത്തത്. ബാക്കിയുള്ളവരൊക്കെ നമ്മളുണ്ടല്ലോ, നമ്മുടെ ക്രിസ്മസ് എക്സാം വരെയുള്ള എക്സാമിന് നമ്മളിങ്ങനെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അന്ന് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അന്ന് ഏത് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ നല്ല രീതിക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഈസിയാണിത്. ഇനി മാത്രം ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം സ്ട്രാറ്റജി, എങ്ങനെ പഠിക്കണം എന്നുള്ള കുറച്ച് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം മക്കളെ, എല്ലാ ലെസണിൻ്റെ അകത്തുള്ള കോണ്ടന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് അറിഞ്ഞു വെക്കുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ പൊന്നു കുട്ടികൾ സമ്മറി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സമ്മറി ഇതേപോലെ തന്നെ ഈ വേലക്കാരി നീ ആയിരുന്നാലും നീ എൻ മോഹവല്ലി എന്നുള്ള പോലെ ബൈഹാർട്ട് പഠിക്കാനല്ല. അതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള സംഗതി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ പ്ലസ് ടു ഒക്കെ എത്തി, നിങ്ങൾ ഇനി നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സീനിയേഴ്സ്, മുതുമുത്തപ്പന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. സോ ഇനി ഈ ബൈഹാർട്ട് സ്റ്റഡിക്ക് നിൽക്കാതിരിക്കുക. ഇനിയിപ്പോൾ തീരെ ഒരു രക്ഷയില്ല. പിന്നെ ഞാനൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പം. ചിലപ്പോൾ നല്ല ചില സെന്റൻസസ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ട്, മേ ബി ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിന് ടീച്ചർ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അങ്ങനെ ചില നല്ല ഫ്രേസസും നല്ല സെന്റൻസസ് ഒക്കെ ഉണ്ടാവില്ലേ. മേ ബി സ്പീച്ച് തുടങ്ങുമ്പോഴുള്ള ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു എസ്സേൻ്റെ അകത്ത് എഴുതാനുള്ള എന്തെങ്കിലും 1-2 പോയിന്റ്, ഒരു ക്യാരക്ടർ സ്കെച്ചിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് ആക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ബാക്കിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എല്ലാത്തിൻ്റെയും കോണ്ടന്റ് നല്ല ക്ലിയർ ആക്കി വെക്കണം. എല്ലാ ലെസണിൻ്റെ അകത്തും എന്താണ് വരുന്നത്, അതിൻ്റെ ഒരു സമ്മറി എന്താണ്, അതിൻ്റെ ഒരു കോണ്ടന്റ് എന്താണെന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോഴ്സസ്. ഇതിവിടെ അപ്പം ഞാനിതാ കുറച്ച് ലിസ്റ്റ് ഓഫ് ഡിസ്കോഴ്സസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, സ്പീച്ച്, റിവ്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോം. ഞാൻ പറയുന്നത് ഇത് 2 എണ്ണവും വരാൻ ചാൻസ് ഉണ്ട്. റിവ്യൂവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം റിവ്യൂവിന് പകരം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോം, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ഇൻഫോർമൽ ലെറ്റർ. ഇത് ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് കുട്ടികളുണ്ടല്ലോ, നമ്മുടെ +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, റിവ്യൂ, അതായത് അവർക്ക് പഠിക്കാനുള്ള ഏതോ ഒരു പോയമിന്റെ റിവ്യൂ, ആ റിവ്യൂ എഴുതാനും, ആ ഹിൽസിന്റെ മേലെ നിൽക്കുന്ന നമ്മുടെ ഒരു പോയമില്ലേ, സോ ആ ഒരു സൺറൈസ് ഓൺ ദ ഹിൽസിന്റെ റിവ്യൂ എഴുതാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവരോട് ജസ്റ്റ് ഏതോ ഒരു പോയം പുതിയതായിട്ട് കൊടുത്തിട്ട് ആ പോയമിന്റെ അപ്രിസിയേഷൻ എഴുതാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ 2 എണ്ണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ദെൻ ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും ഒക്കെ +2 പഠിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എന്താ ഞാൻ എഴുതാൻ പഠിപ്പിക്കേണ്ടത്. ഈ ഫോർമൽ ലെറ്ററിൽ തന്നെ 2 വക വേറെയും വരുന്നുണ്ട്. ഒന്ന് ലെറ്റർ ടു ദ എഡിറ്റർ അല്ലെ, അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വർഷം 8 മാർക്കിന് നമ്മൾ കൺഫേം ആയിട്ടും എന്നാൽ അതെന്താ അങ്ങനെ ഗണിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. എന്ത്, ഈ പറഞ്ഞ 8 മാർക്കിനകത്ത് ഒരു CV ആൻഡ് അല്ലെങ്കിൽ ആ CV ആൻഡ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ, ബയോഡേറ്റ, CV, ഇതാ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് 8 മാർക്കിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. സോ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് നല്ല വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞാൽ, ഫസ്റ്റ് 1 നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. എല്ലാ ലെസൺസിൻ്റെയും ഓദറിൻ്റെ പേര് പഠിച്ചു വെക്കാം. എല്ലാ ലെസൺസിൻ്റെയും ഒരു തീമും പഠിച്ചു വെക്കുക. അതിനൊരു സമ്മറിയും പഠിച്ചു വെക്കുക. ഓക്കെ, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇപ്പൊ ലെസൺസിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവല്ലോ. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ക്യാരക്ടേഴ്സിനെയാണ് പ്രത്യേകം അങ്ങനെ പുള്ളിക്കുത്തിട്ട് പഠിക്കേണ്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിവിടെ കാണാം. നോമിത, അജിത്ത്, രത്ന, റോബർട്ട് ബാൽവിൻ, ജോൺ ഗ്രിഷാം,
പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ മാസ്റ്റർ ആണെങ്കിൽ ആ കുട്ടീനെയും കൂടെ, അല്ലെങ്കിൽ ചിലപ്പം ആ ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ട്വിസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ സ്കെച്ചുകൾ ഏകദേശം ആ ക്യാരക്ടർ സ്കെച്ചും ബൈ ഹാർട്ട് പഠിക്കണ്ട. കാരണം ഇത്രയും ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ട് ചിലപ്പോൾ ഇതൊന്നും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമായി പോകും. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ പോയിന്റ്സ്, ഇതിലൊക്കെ എഴുതാനുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ കുറച്ച് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഇംഗ്ലീഷ് എക്സാമിനേക്ക് വേണ്ടി കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഗ്രാമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഗ്രാമർ ഒന്നും വരുന്നില്ല. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഫ്രേസൽ വേർബ്സ്, പിന്നെ കുറച്ച് അഡ്വൈസ് അല്ലേ, എന്താണ് ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അഡ്വൈസ് എന്താണ് ഇഫ് ഐ വെയർ യു ഐ വുഡ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സജസ്റ്റ് ചെയ്യുന്ന പോലെ അഡ്വൈസ് കൊടുക്കുന്ന പോലെയുള്ള ഇങ്ങനത്തെ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കുമായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രിപ്പോസിഷൻസോ കാര്യങ്ങളോ, അതായത് ഗ്രാമറിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. എന്ന് വെച്ചാൽ ഗ്രാമർ ഒഴിവാക്കാനല്ല, ഗ്രാമറൊക്കെ നമ്മൾ ഇനി വരുന്ന എക്സാമിന് ലൈവിൽ നമുക്ക് സെറ്റാക്കി തരും, പേടിക്കണ്ട. ഗ്രാമറിനെ കുറിച്ച് ആലോചിച്ച് ഇംഗ്ലീഷ് പഠിക്കാണ്ട് നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിച്ച് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടും ഞാൻ നിങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെ അടിവരയിട്ട് പറയുന്ന കാര്യമാണ് മക്കളെ, PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഗൂഗിളിൽ ചുമ്മാ. അപ്പം ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്, പ്യോർലി അപ്പോൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2025, 24, 23, 22 അവിടെ നിന്ന് കൊണ്ട് പഠിച്ചാൽ മതി. കാരണം അതിന്റെ മുന്നേ ഉള്ളതൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പാറ്റേൺ ചേഞ്ച് ഉണ്ട്. അപ്പം 2022 ശേഷമുള്ള കുറച്ച് അല്ലേ, അപ്പം നിങ്ങൾ ഇതാണ് കേട്ടോ, 2022 തൊട്ട് 25 വരെയുള്ള ആ മോഡൽ എക്സാംസും കിട്ടും, പിന്നെ ആനുവൽ എക്സാമും കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്ര 2022, 23, 24, 25 മൊത്തം 8 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. 4 അല്ലേ, മോഡലും മറ്റേതും കൂട്ടുമ്പോൾ 2 വീതം, അങ്ങനെ 8 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങളിങ്ങനെ എല്ലാത്തിനും ആൻസർ എഴുതി പഠിക്കണം എന്നല്ല പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക. ഇതൊക്കെ സെൽഫ് സ്റ്റഡിക്കുള്ള ഒരു മോട്ടിവേഷൻ തരാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. അതിന് എന്ത് ചെയ്യുക, നിങ്ങൾ 1 മണിക്കൂർ ഒന്ന് ഇരുന്നാൽ മതി. 1 മണിക്കൂർ ഇരുന്നാൽ മതി. ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മളൊന്ന് അന്നേരം തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ഓരോ ചോദ്യം കാണുമ്പോൾ ഓക്കെ ഇതിങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ എന്നെ കൊണ്ട് എഴുതാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഇത് നടക്കുമോ എന്നുള്ളതൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ മക്കളെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ അങ്ങോട്ട് കവറായി പോകും. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഓരോ ചോദ്യങ്ങളെ പറ്റി വായിച്ചു നോക്കുക. പിന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ദാ നിങ്ങൾ 22 കണ്ട ക്വസ്റ്റ്യൻ മേ ബി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ 24 കാണും. അപ്പൊ പറയും അയ്യോ ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്തതല്ലേ, ഓ അങ്ങനത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത് വരാറൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മെൻഡിങ് വാളിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. വേറൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണത്, ഇതിനകത്ത് ചില ലെസൺസിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, മാച്ച് ബോക്സ്, ഹൊറിഗല്ലു, മെൻഡിങ് വാൾ, പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അവർ ഓഫ് ട്രൂത്ത്, പിന്നെ അതിൻ്റെയൊക്കെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ഇതിൻ്റെയൊക്കെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ആ ടൈറ്റിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് കുറെ പ്രാവശ്യം ചോദിക്കാറുണ്ട്. സോ അതിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇപ്പോൾ റൈസിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചില പോയിംസിനകത്തുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി കഴിയും. ഞാൻ ഈ 22 തൊട്ട് 25 വരെ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഇത്രയെങ്കിലും നോക്കുക. അതിന്റെ മുന്നേ ഉള്ളത് നോക്കാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ വെരി ഗുഡ്. അത് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം കിട്ടുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം ഉണ്ടാവില്ല, നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറ്റുവാണെങ്കിൽ അതും നോക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷുള്ള കാര്യങ്ങൾ ഒരു നല്ലൊരു ഐഡിയ വരും. പിന്നെ ബാക്കി സെറ്റ് ചെയ്ത് തരാൻ ഞങ്ങൾ ഇവിടെ ഇല്ലടാ. എന്തിനാ ഞങ്ങൾ ഈ രാവിലും പകലും ഞാനൊക്കെ ഉറക്കം ഒളിച്ചിരുന്നിട്ട് ഈ ലൈവിന് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് എക്സാം ഈസി ആക്കി തരാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ഇടുക. ബാക്കിയുള്ളത് ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് സെറ്റാക്കി തരും. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ കുറച്ച് എഫേർട്സ് ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഈ PYQs നോക്കി വെക്കുക. എല്ലാത്തിൻ്റെ ഒരു സമ്മറി, എല്ലാത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു റഫ് വർക്ക് നിങ്ങൾ നടത്തി തരാം. ബാക്കിയുള്ള കംപ്ലീറ്റ്
എന്താ പറയാ അസംബിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളെന്ന് ബ്രഷപ്പ് ചെയ്ത് നിങ്ങൾ ഒരു സുന്ദര കുട്ടപ്പന്മാരും കുട്ടികളും ആക്കി വിടുന്നത് നമ്മൾ സെറ്റാക്കി തരും. അത്രയും നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. അപ്പം കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിച്ചോളുക. നമുക്ക് എന്ത് ചെയ്യാം, ലൈവുകളിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.